അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാതെ വാനില സ്പഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് താഴെ വന്നൊരു കമന്റാണ് അതിന്റെ രീതിയിൽ തന്നെ ഒരു ബ്ലാക്ക് സ്പഞ്ചിന്റെ വീഡിയോ ചെയ്യാവുന്നുള്ളത്. എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു അതങ്ങ് ചെയ്തേക്കാന്ന്. അപ്പോൾ അതിന് നമ്മളിവിടെ 2 kg ബാറ്ററാണ് തയ്യാറാക്കുന്നത്. 8 മുട്ട എടുത്തിട്ടുണ്ട്. അത് എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. ഈ പറയുന്നതിന്റെ നേരെ ഹാഫ് മെഷർമെന്റ് എടുത്താൽ നിങ്ങൾക്ക് 1 kg ചെയ്യാം. 1 kg ചെയ്യുന്നതിന്റെ മെഷർമെന്റ് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 240 ml ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. ബാക്കി നമ്മൾ മൈദ ഫില്ല് ചെയ്യുക. എന്നിട്ട് 2 കപ്പ് അതേപോലെ എടുത്തിട്ടുണ്ട്. അതെടുത്ത് ഇതേപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക. മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഞാനിവിടെ ചോക്കോ വില്ല എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത്, ഡാർക്ക് കൊക്കോ പൗഡർ. പിന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാരയും അതേപോലെ തന്നെ കോഫി സിറപ്പും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ 2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്തതും 4 ടേബിൾ സ്പൂൺ ഓയിലുമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് പതഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല സ്റ്റിഫ് പീക്ക് ആകുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഹൈ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഹാൻഡ് ബീറ്റർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതേപോലെ നല്ല സ്റ്റിഫ് ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ആ ബൗളിന്റെ സൈഡിലായിട്ടൊക്കെ പഞ്ചസാര ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് വടിച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. അങ്ങനെ നല്ല സ്റ്റിഫ് പീക്ക് ആകുന്നത് വരെയാണ് നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു നുള്ളുപ്പും അതേപോലെ തന്നെ 2 ടീസ്പൂൺ വാനില എസൻസും ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആ എഗ് വൈറ്റിനകത്തേക്കും 1 ടീസ്പൂൺ ആ എഗ് യോക്കിനകത്തേക്കുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ വേണമെങ്കിൽ എഗ് യോക്കിനകത്തോട്ട് ആഡ് ചെയ്താലും മതി. ഇനി നമുക്ക് അടുത്തത് എഗ് യോക്ക് ആയിരുന്നു ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ഞാനത് വിട്ടുപോയി. ഞാൻ പെട്ടെന്ന് അങ്ങ് ഓയിൽ ഒഴിച്ചു കൊടുത്തപ്പോഴാണ് എഗ് യോക്ക് ആഡ് ചെയ്യുന്നത് ഓർത്തത്. പക്ഷെ അത് കേക്കിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ആ ഒരു പരീക്ഷണത്തിന് മുതിരണ്ട. ആ വാനില എസൻസ് ഒഴിച്ചു കഴിഞ്ഞ് ഇതേപോലെ എഗ് യോക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു എഗ് യോക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സ് ആയി വരുമ്പോഴേ അടുത്ത് ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അങ്ങനെ ബാക്കി ആ ഒരു ഫുൾ എഗ് യോക്ക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ 4 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്ത് വെച്ചത് ആഡ് ചെയ്യാൻ. ഇതിപ്പോൾ ഓൾറെഡി ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിലേക്ക് നമ്മൾ ഈ എഗ് യോക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ കോഫി സിറപ്പ് എടുത്ത് വെച്ചേക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൽ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഹൈ സ്പീഡിൽ ഇട്ടേക്കുന്നത്. ബാക്കി എല്ലാം നമ്മൾ ലോ സ്പീഡിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഹൈ സ്പീഡ് കൂട്ടി കൊടുത്തേക്കുന്നത് പോലെ തോന്നും. പക്ഷേ ലോ സ്പീഡിൽ ഇട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇതേപോലെ നമ്മൾ ആ ഒരു 4 ടേബിൾ സ്പൂൺ കോഫി സിറപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല സ്ലോവിൽ ഇട്ടിട്ട് വേണം ആഡ് ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു വിസ്കിന്റെ നടുഭാഗത്ത് ഇതേപോലെ ചിലപ്പോൾ വന്നിരിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഊരിയിട്ട് ഒന്ന് തട്ടിക്കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്താൽ മതി. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു റെസിപ്പിയെക്കാട്ടി കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യാൻ. കാരണം ഈ ഒരു റെസിപ്പിയിൽ ഓവർ മിക്സിംഗ് ആയ പെട്ടെന്ന് ഫ്ലോപ്പ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ ഒരു എഗ് വൈറ്റ് മിക്സ് ചെയ്യുന്നതിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ബാറ്റർ ഫുള്ള് ചെയ്യുമ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി വേണം നമ്മൾ ചെയ്യാൻ. അതിൽ എവിടെയെങ്കിലും ഒന്ന് ഫ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്റർ വെള്ളം പോലെ ആയി പോകും. നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, ഓവർ ബീറ്റ് ആകാം, അതായത് ഒരുപാട് ഇട്ട് കുത്തി ഇളക്കാനും അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. ഈ ഒരു പത പോലെ നമ്മൾ ആ ഒരു ബാറ്റർ എടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ആ ഒരു ഫീൽ അങ്ങ് നിലനിർത്തിക്കൊണ്ട് പോയാൽ മതി. അങ്ങനെ നമ്മുടെ ബാറ്റർ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 7 ഇഞ്ചിന്റെയും 8 ഇഞ്ചിന്റെയും 2 ടിന്നിലായിട്ട് ഒഴിച്ചാണ് ബേക്ക് ചെയ്യുന്നത്. 7 ഇഞ്ചിന്റെ ടോൾ കേക്കിന്റെ ടിന്നായിരുന്നു. അതിൽ ഒഴിച്ചേക്കുന്ന ബാറ്ററിന്റെ വെയിറ്റ് 600 ഗ്രാമും 8 ഇഞ്ചിന്റെ കേക്ക് ടിന്നിൽ ഒഴിച്ചേക്കുന്ന ബാറ്റർ വെയിറ്റ് 575 ഗ്രാമും ആയിരുന്നു. നമ്മളൊരു 35 മിനിറ്റ് ആണ് ഓവൻ ടൈം സെറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും 8 ഇഞ്ചിൽ ചെയ്ത കേക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടി. കുറച്ചുകൂടി സമയം എടുത്തിട്ടാണ് നമുക്ക് 7 ഇഞ്ചിൽ ചെയ്ത കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. 7 ഇഞ്ച് ചെയ്ത് നമുക്ക് 4 ലെയർ ആയിട്ടും 8 ഇഞ്ചിൽ ചെയ്തേക്കുന്നത് ഒരു 3 ലെയർ ആയിട്ടും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബേക്കേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. റെസിപ്പീസ് ഇതേപോലെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റിനനുസരിച്ചായിരിക്കും ഇനിയുള്ള നമ്മളുടെ റെസിപ്പി വീഡിയോസ് ഒക്കെ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.